ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വീഡിയോയുടെ ട്രാൻസിഷൻ്റെ ട്യൂട്ടോറിയലാണ്. സോ ആ ലൈറ്റ് മോഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. കൂടാതെ ആ ലൈറ്റ് മോഷൻ XML ഫയലിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ആ ലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് അതിൽ ജസ്റ്റ് കട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് അതിൽ ചെറുതായി ബേസിക് ആയിട്ടുള്ള ചെറിയ ട്രാൻസിഷൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരെ എഫക്ട് സെക്ഷനിൽ ചെന്നിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് പിന്നെ എഫക്ട് സെക്ഷനിൽ പോവാം. എഫക്ട് സെക്ഷനിൽ പോയിട്ട് സെർച്ചിൽ നമുക്ക് ഫ്രാക്ച്വൽ വാർപ്പ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. ഫ്രാക്ച്വൽ വാർപ്പ് എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ചെയ്ത് അതിൽ പൊസിഷൻ നമുക്ക് ഫസ്റ്റ് തന്നെ 0 കിടക്കണേ ഒരു 7 ആക്കി കൊടുക്കാം. എക്സിൽ 7 ആക്കി കൊടുക്കാം. എന്നിട്ടൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് നമ്മൾ വൈയിൽ ഒരു 7-8 ആക്കി കൊടുക്കാം. 7-8 ആക്കി കൊടുക്കാം. എന്നിട്ട് നേരെ നമുക്ക് ലാസ്റ്റ് എൻഡിലേക്ക് കൊണ്ടുപോകാം. എൻഡിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് അതിലെ വാല്യൂ നമുക്ക് എക്സിൻ്റെ വാല്യൂ നമുക്ക് എക്സിൻ്റെ അല്ല വൈയുടെ വാല്യൂ നമുക്കൊരു 420 ആക്കി കൊടുക്കാം. 420 ആക്കി കൊടുക്കാം. പിന്നെ നേരെ നമ്മുടെ എക്സിൻ്റെ വാല്യൂ ഒരു -4 ആക്കി കൊടുക്കാം. -4 ആക്കി കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്കൊരു കീ ഫ്രെയിം അല്ല, ഒരു ഗ്രാഫ് ആഡ് ചെയ്യാനുണ്ട്. അതിൽ ഗ്രാഫിൻ്റെ ഇതെടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്ക് ഗ്രാഫ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഗ്രാഫ് സെറ്റ് ആക്കി കഴിഞ്ഞ് നേരെ അടിക്ക് പോയിട്ട് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് അതിൻ്റെ വാല്യൂ ഒരു 180 ആക്കി കൊടുക്കാം. ഒരു 180 ആക്കിയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. 180 ആക്കിയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഫസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു സെൻട്രലായിട്ടൊരു കീ ഫ്രെയിം ആഡ് ആക്കിയിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് 0 ആക്കി കൊടുക്കാം. ശേഷം നമുക്ക് ഇതിലേക്കൊരു ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കാം. സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഗ്രാഫും നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്രാഫ് ജസ്റ്റ് സെറ്റാക്കട്ടെ. സെറ്റാക്കിയിട്ട് നേരെ നമുക്ക് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച് നേരെ അടിയിൽ ഡീറ്റെയിലിംഗ് എന്നുള്ളടത്ത് നമുക്കൊരു 2.13 ആക്കി കൊടുക്കാം. അതിന് വാല്യൂ 2.13 ആക്കിയിട്ട് നേരെ അടിയിലുള്ള സ്ക്രീൻ സ്പേസ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അടിയിലുള്ള ഓപ്ഷൻ നമുക്ക് 1 ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് വീണ്ടും എഫക്ട് സെക്ഷനിൽ പോയിട്ട് ആ എഫക്റ്റ് ഓപ്പൺ ആക്കി മാഗ്നിറ്റ്യൂഡ് എന്നുള്ളടത്ത് ലാസ്റ്റ് കൊണ്ടുപോയി കീ ഫ്രെയിം ആഡ് ചെയ്ത് അതിൻ്റെ വാല്യൂ നമുക്കൊരു 180 ആക്കി കൊടുക്കാം. 180 ആക്കി കൊടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ ഗ്രാഫും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ വിട്ടുപോയതാണ് ഈ കാര്യം. ശേഷം നമുക്കത് ബാക്ക് അടിച്ച് അവിടെ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആക്കി കൊടുക്കാം. ഈ ഒരു എഫക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആവും. ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആക്കി ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാറ്റം. എന്നിട്ട് നമുക്ക് വീണ്ടും ആ ലെയറിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും എഫക്ട് സെക്ഷനിൽ പോവാം. സെക്ഷനിൽ പോയിട്ട് ആഡ് എഫക്റ്റ് കൊടുത്ത് നമുക്ക് സ്വിങ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സ്വിങ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ വാല്യൂ നമുക്ക് ഫ്രീക്വൻസി ഒരു 2.24 ആക്കി കൊടുക്കാം. 2.24 ആക്കി കൊടുത്തിട്ട് ആംഗിൾ 1 നമുക്കൊരു -2 ആക്കി കൊടുക്കാം. -2 ആക്കി കൊടുത്തിട്ട് അതിൻ്റെ ആംഗിൾ 2 നമുക്കൊരു +2 ആക്കി കൊടുക്കാം. ആംഗിൾ 2 നമുക്കൊരു +2.5 ആക്കി കൊടുക്കാം. എന്നിട്ട് നേരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് വീണ്ടും എഫക്ട് സെക്ഷനിൽ പോയി ആഡ് എഫക്റ്റ് കൊടുത്ത് ഓക്സിലേറ്റ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്സിലേറ്റ് ആഡ് ചെയ്ത് അതിൽ ആംഗിൾ നമുക്ക് 0 ആക്കി കൊടുക്കാം. ആംഗിളിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കാം. 0 ആക്കിയിട്ട് ഫ്രീക്വൻസി നമുക്കൊരു 1.91 ആക്കി കൊടുക്കാം. 1.91 ആക്കി കൊടുക്കാം. മാഗ്നിറ്റ്യൂഡ് നമുക്കൊരു 32 ആക്കി കൊടുക്കാം. ഒരു 32 ആക്കി കൊടുക്കാം. ശേഷം നമുക്ക് ബാക്ക് അടിക്കാം. 32 ആക്കിയിട്ട് ശേഷം ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച് നമുക്ക് ആഡ് എഫക്റ്റ് കൊടുത്ത് എക്സ്പ്ലോഷർ ഗാമ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് ഫസ്റ്റിൽ കൊണ്ടുപോയി കീ ഫ്രെയിം ആഡ് ചെയ്ത് അതിൻ്റെ വാല്യൂ നമുക്ക് 1.00 ആക്കി കൊടുക്കാം. എന്നിട്ട് നേരെ ഫസ്റ്റിൽ ആഡ് ചെയ്ത് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഗ്രാഫ് കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം.
ഗ്രാഫൊക്കെ സെറ്റാക്കി നേരെ ബാക്ക് അടിച്ച് വീണ്ടും എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് മോഷൻ ബ്ലർ എന്ന് പറഞ്ഞ എഫക്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സെർച്ച് ചെയ്യാം, മോഷൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. എന്നിട്ട് മോഷൻ ബ്ലർ ആഡ് ആക്കി കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അത് ഫുള്ളാക്കി കൊടുത്ത് സെൻറ്ററിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. റൈറ്റിലും ലെഫ്റ്റിലുമായിട്ടൊരു കീ ഫ്രെയിം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സെൻറ്ററിൻ്റെ വാല്യൂ നമുക്ക് 0 ആക്കി കൊടുക്കാം. ആ ഒരു കീ ഫ്രെയിം നമുക്ക് റൈറ്റിലും ലെഫ്റ്റിൻ്റെ എൻഡിലാക്കി കൊടുക്കാം. എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രാഫ് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. ഗ്രാഫ് ആഡ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഏകദേശം നമ്മുടെ എഫക്റ്റൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇത് ഫസ്റ്റ് ആഡ് ചെയ്ത എഫക്റ്റ് കോപ്പി ചെയ്ത് അപ്പുറത്തെ കട്ട്സിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എല്ലാ കട്ട്സിലും നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എഫക്റ്റൊക്കെ എല്ലാത്തിലും ആഡ് ആക്കിയിട്ട് ശേഷം നമുക്കൊരു റെക്റ്റാങ്കിൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ നമുക്കൊന്ന് ഫുള്ളാക്കി കൊടുക്കാം. നമ്മുടെ വീഡിയോയുടെ ലെങ്ത്തിന് അത്ര നീട്ടി കൊടുക്കാം. എന്നിട്ട് നേരെ അത് ക്ലിക്ക് ചെയ്ത് എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് അതേസിൽ കോപ്പി ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് അത് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും എഫക്റ്റ് സെക്ഷനിൽ പോയി ആഡ് എഫക്റ്റ് കൊടുത്ത് നമുക്ക് വേവ് വാർപ്പ് എന്ന് പറഞ്ഞ എഫക്റ്റ് സെർച്ച് ചെയ്ത് ആഡ് ചെയ്യാം. ശേഷം നമുക്ക് ഫസ്റ്റിലേക്ക് കൊണ്ടുവന്ന ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് നേരെ എൻഡിലേക്ക് പോയിട്ട് അതിൻ്റെ വാല്യൂ നമുക്കൊരു 13 ആക്കി കൊടുക്കാം. ഒരു 13 അല്ലെങ്കിൽ 12 അല്ലെങ്കിൽ 13 ആക്കിയിട്ട് ശേഷം നമ്മൾ താഴെ കാണുന്ന ആംഗിൾ എന്നുള്ള ഭാഗം ആംഗിളിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ വാല്യൂ നമുക്കൊരു 7-8 ആക്കി കൊടുക്കാം. 7-8 ആക്കിയിട്ട് തൊട്ടടിയിൽ കാണുന്ന സ്പേസിംഗ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമുക്കൊരു 8.6 ആക്കി കൊടുക്കാം. 8.6. ശേഷം നമുക്ക് അതിൻ്റെ അടിയിലെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്കൊരു 0.5 ആക്കി കൊടുക്കാം. 0.5. വാർപ്പ് ആംഗിൾ നമുക്കൊരു 45 ആക്കി കൊടുക്കാം. 45. ശേഷം നമുക്ക് ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആക്കി എടുക്കാം. അവിടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് നമുക്കിത് ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയിട്ട് നമുക്ക് അതിൻ്റെ ആംഗിൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് ഒരു 180 ആക്കി കൊടുക്കാം. 180 ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പ്രിവ്യൂവിൽ കണ്ട ഒരു സൈഡിൽ ബ്ലാക്ക് ബാർ വരുന്ന ഒരു എഫക്റ്റ് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളതിന് കൂടെ നോക്കാം. സോ അതിനായി നമ്മൾ വീണ്ടും ഒരു ഷേപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് അത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ പോവാം. ആദ്യം ഡ്യൂറേഷൻ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ പോയിട്ട് മാസ്ക് കൊടുക്കാം. ബ്ലെൻഡിങ്ങിൽ മാസ്ക് കൊടുത്തിട്ട് എന്നിട്ട് നേരെ മൂവ് ആൻഡ് ട്രാൻസ്ഫറിൽ പോയിട്ട് അത് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് അതിലേക്ക് ബ്ലാക്ക് ബാർസ് കൊണ്ടുവരാം. സോ നമ്മുടെ ട്രാൻസിഷൻ അനുസരിച്ച് ബ്ലാക്ക് ബാർസ് കൊണ്ടുവരാൻ നോക്കാം. ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് കാണിച്ചു തരാം, അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടും. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.